ഒരു മെഴുകുതിരി പോലെ സ്വയം ഒരുകിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താനായി മാത്രം ജീവിക്കുന്ന ഋഷി പാരമ്പര്യം പിന്തുടരുന്ന മഹാതപസ്വിയും പരമഗുരുവും പ്രത്യക്ഷ ദൈവവുമായ അന്ത്യശരണം ദക്ഷിണേശ്വര ഭഗവാൻ ഗുരുബാബയുടെ പ്രബോധനം ആസ്പദമാക്കിയാണ് ഈ വീഡിയോ. അയ്യപ്പ ഭക്തരെല്ലാം ശബരിമല തീർത്ഥാടനത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ശബരിമലയിലെത്തുന്നത്. അല്ലെന്ന് തെളിഞ്ഞ ഒരു പ്രശ്നവിധി ഉണ്ടായിട്ടുണ്ട്. 2001-2002 മണ്ഡലം മകരവിളക്കിന് ശേഷം ശബരിമലയിൽ ഒരു അഷ്ടമംഗല്യ സ്വർണ്ണ പ്രശ്നം നടത്തി. അതിൽ തെളിഞ്ഞത് അയ്യപ്പ ഭക്തരെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അക്കൊല്ലത്തെ മകരവിളക്കിന് ശബരിമലയിലെത്തിയ 1.25 കോടി അയ്യപ്പ ഭക്തരിൽ വെറും 3 ഭക്തരെ മാത്രമാണ് അയ്യപ്പസ്വാമി അനുഗ്രഹിച്ചത് എന്നതായിരുന്നു അത്. 1.25 കോടി അയ്യപ്പ ഭക്തർ ശബരിമലയിൽ വന്നെത്തിയിട്ടും വെറും 3 പേരൊഴികെയുള്ള അയ്യപ്പ ഭക്തരെ അയ്യപ്പസ്വാമി അറിയാനോ അനുഗ്രഹിക്കാനോ തയ്യാറായില്ല എന്നതിൽ നിന്നും തെളിയുന്നത് ശബരിമല തീർത്ഥാടനത്തിന് അവലംബിക്കുന്ന നിലവിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ശരിയല്ലെന്നല്ലേ. നിലവിലെ വ്രതാനുഷ്ഠാനങ്ങളിൽ അയ്യപ്പസ്വാമി തൃപ്തനല്ലെന്ന് തെളിഞ്ഞ ശേഷം അങ്ങനെ ഒരു പ്രശ്നം എപ്പോൾ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഈ പശ്ചാത്തലത്തിൽ മകരജ്യോതി മകരവിളക്ക് ദർശനത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. അതിനു മുന്നേ മകരസംക്രമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയണം. സംക്രമ എന്ന വാക്കിന് പകരുക, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുക എന്നെല്ലാം അർത്ഥമെടുക്കാം. ഗ്രഹം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമാണ് സംക്രാന്തി. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് കടക്കുന്ന സമയത്തിന് മകരസംക്രമം എന്നും ആ ദിവസത്തിന് മകരസംക്രാന്തി എന്നും പറയുന്നു. സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്നത് ദക്ഷിണായനത്തിന്റെ സമാപനത്തിലും ഉത്തരായനത്തിന്റെ മുന്നോടിയായുമാണ്. ഒരു വർഷത്തിൽ 2 അയനമാണല്ലോ, ഉത്തര അയനവും ദക്ഷിണ അയനവും. ഉത്തര ദിക്ക് എന്നാൽ വടക്ക് ദിക്ക്, ദക്ഷിണ ദിക്ക് എന്നാൽ തെക്ക് ദിക്ക്. അയനം എന്നാൽ സഞ്ചാരം, യാത്ര. അപ്പോൾ ഉത്തരായനം എന്നാൽ ഉത്തരഭാഗത്തേക്കുള്ള അഥവാ വടക്ക് ദിക്കിലേക്കുള്ള സഞ്ചാരം. ദക്ഷിണായനം എന്നാൽ ദക്ഷിണ ഭാഗത്തേക്കുള്ള അഥവാ തെക്ക് ദിക്കിലേക്കുള്ള സഞ്ചാരം. സൂര്യന്റെ ഗതിയെ ആസ്പദമാക്കിയാണ് അയനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വാസ്തവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നില്ല. ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ പ്രത്യേക ആകൃതി മൂലം സൂര്യൻ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്നതാണ്. മകരപ്പിറവി മുതൽ കർക്കടക സംക്രമം വരെ 6 മാസക്കാലത്തെ ഉത്തരായനം നന്മ അനുഭവിക്കാൻ കഴിയുന്ന കാലമാണ്. ഐശ്വര്യത്തിന്റെയും ശാന്തിയുടെയും കാലമാണ്. ഐശ്വര്യമൂർത്തിയായ ധനേശനാണ് വടക്ക് ദിക്കിന്റെ അധിപൻ. കർക്കടകപ്പിറവി മുതൽ മകരസംക്രമം വരെ 6 മാസക്കാല ദക്ഷിണായനം ഐശ്വര്യഹാനിയുടെയും അശാന്തിയുടെയും കാലമാണത്രേ. വിനാശമൂർത്തിയായ യമനാണ് തെക്ക് ദിക്കിന്റെ അധിപൻ. ദക്ഷിണായനത്തിലെ അവസാന അസ്തമയ വേളയിലാണ്, ധനുമാസം തീരുന്ന മകരസംക്രമ സന്ധ്യയിലാണ് പൊന്നമ്പലമേട്ടിലെ മകരവിളക്കിന്റെ മുഹൂർത്തം. പിറ്റേന്ന് മകരപ്പിറവി മുതൽ ഏറ്റവും തെക്ക് നിന്നും വടക്കോട്ട് സഞ്ചാരപ്പെട്ടുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിനാൽ ഉത്തരായനത്തിന്റെ ആരംഭമായി. അയ്യപ്പസ്വാമിയുടെ മൂലസ്വരൂപം കുടികൊള്ളുന്നത് ശബരിമലയുടെ കിഴക്ക് തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പൊന്നമ്പലമേട്ടിലാണ്. ശബരിമലയിൽ നിന്ന് 10-14 കിലോമീറ്റർ ദൂരെ 1040 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മലനിരയിൽപ്പെട്ടതാണ് പൊന്നമ്പലമേട്. മകരസംക്രമവേളയിൽ പൊന്നമ്പലമേടിന് മുകളിൽ തെളിയുന്ന പ്രകാശമാണ് മകരജ്യോതിയായും മകരവിളക്കായും പറയപ്പെടുന്നത്. ഈ 2 പേരുകളും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചു വരുന്നതെങ്കിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്തരറിയേണ്ടത് മകരജ്യോതിയാണോ മകരവിളക്കാണോ ദർശിക്കുന്നതെന്നാണ്. ഭൂമിയുടെ തെക്ക് ഭാഗത്തുനിന്ന് നോക്കിയാൽ ദൃശ്യമാകുന്ന സൗരയൂഥത്തിലെ ഏറ്റവും അടുത്ത നക്ഷത്രവും ഏറ്റവും തിളക്കമുള്ള നക്ഷത്രവുമാണ് സിറിയസ്. ഏകദേശം 8.6 പ്രകാശവർഷം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ നക്ഷത്രത്തിന് ഭൂമിയുടെ 25 മടങ്ങ് വലുപ്പമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രകാശം ഭൂമിയിലെത്താൻ 8.6 വർഷമെടുക്കുമെന്നാണ് നാസയുടെ കണ്ടെത്തൽ. സിറിയസ് എ, സിറിയസ് ബി എന്നീ 2 നക്ഷത്രങ്ങൾ ചേർന്ന സിറിയസ് ഇരട്ട നക്ഷത്രമാണ്. ഏറ്റവും പ്രകാശമുള്ളതിനാൽ വഴികാട്ടി എന്ന അർത്ഥത്തിൽ ഡോഗ് സ്റ്റാർ എന്നും അറിയപ്പെടുന്നു. ഭാരതത്തിന്റെ മാത്രമല്ല, ഈജിപ്റ്റ്, ഗ്രീക്ക് രാജ്യങ്ങളുടെ പൗരാണികതയും സംസ്കാരവുമായി ബന്ധമുള്ള നക്ഷത്രമാണിത്. സ്വർഗത്തിലേക്കുള്ള വഴികാട്ടി, ധർമ്മത്തിന്റെ കാവൽക്കാരൻ, ആത്മാവിന്റെ കാവൽക്കാരൻ എന്നൊക്കെ ഗ്രീക്ക്, ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്നു. അമാവാസിയിലും പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള മറ്റു ദിവസങ്ങളിലും ഈ നക്ഷത്രം ശക്തി ആർജിക്കുന്നു എന്നാണ് വിശ്വാസം. സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്ന ദിവസം ആകാശത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇതിന് മകരനക്ഷത്രം എന്ന പേരുണ്ടായി. അയ്യപ്പസ്വാമിയുടെ മൂലസ്വരൂപം കുടികൊള്ളുന്ന പൊന്നമ്പലമേട് സ്ഥിതി ചെയ്യുന്നത് ശബരിമലയുടെ തെക്ക് കിഴക്ക് മാറിയായതിനാൽ തെക്ക് കിഴക്ക് ഭാഗത്തായി പൊന്നമ്പലമേടിന് മുകളിൽ തെളിയുന്ന ഈ നക്ഷത്രത്തിന്റെ പ്രകാശം മകരജ്യോതിയായി അറിയപ്പെട്ടതാകാനാണ് സാധ്യത. മകരസംക്രമവേളയിൽ പൊന്നമ്പലമേട്ടിന് മുകളിൽ ആകാശത്ത് മകരജ്യോതി പ്രത്യക്ഷപ്പെടുമെന്നും അനുഗ്രഹ സൂചകമായി കൃഷ്ണപ്പരുന്ത് റാഗിപ്പറക്കുമെന്നുമുള്ള വിശ്വാസത്തിന്
നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മകരജ്യോതി എന്നാൽ സിറിയസ് എന്ന മകരനക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മകരസംക്രമത്തിൽ ശബരിമലയിൽ നിന്ന് നോക്കിയാൽ പൊന്നമ്പലമേടിന് മുകളിൽ കാണുന്ന പ്രകാശം മകരജ്യോതിയായി തന്നെ കാണാനാണ് ഭക്തർ താൽപര്യപ്പെട്ടത്. വനദേവതമാർ ദീപം തെളിയിക്കുന്നതാണെന്നായിരുന്നു ആദ്യകാല സങ്കല്പം. പണ്ട് മഹർഷിമാരും മുനികളും പിന്നീട് ആദിവാസികളുമായിരുന്നത്രേ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചിരുന്നത്. ശബരിമല തിരുവിതാംകൂർ മഹാരാജാവ് കൈയടക്കിയത് മുതൽ മകരവിളക്ക് മഹാരാജാവിന്റെ ചുമതലയിലായി. പിന്നീട് ദേവസ്വം ബോർഡിന്റെ അധീനതയിലായതു മുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് കത്തിക്കാൻ ആരംഭിച്ചു. മകരവിളക്ക് സ്വയംഭൂവാണെന്ന് ദേവസ്വം, അത് ശരിയല്ലെന്ന് മനുഷ്യർ കത്തിക്കുന്നതാണെന്നും യുക്തിവാദികൾ. ഈ തർക്കം കുറെ കാലം തുടർന്നു. യുക്തിവാദികളുടെ പ്രസ്താവ്യം സത്യമായിരുന്നെങ്കിലും ഭക്തരത് വിശ്വസിച്ചില്ല. എന്നാൽ ഭക്തരുടെ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് 2008 ശബരിമല തന്ത്രി പത്രപ്രസ്താവനയിൽ ഖേദപൂർവ്വം അറിയിച്ചു, മകരവിളക്ക് സ്വയംഭൂവല്ലെന്നും ദേവസ്വത്തിന്റെ ചുമതലയിൽ മനുഷ്യർ കത്തിക്കുന്നതാണെന്നും. തന്ത്രിയുടെ പത്രപ്രസ്താവന ഇങ്ങനെ: പത്രപ്രസ്താവനയിൽ ഒരിടത്തും മകരജ്യോതി എന്ന് പറഞ്ഞിട്ടില്ല. മകരവിളക്ക് ദേവസ്വത്തിന്റെ ഒത്താശയോടെ തെളിയിക്കുന്നതാണെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ദേവസ്വവും വനംവകുപ്പും പോലീസും ചേർന്ന് തെളിയിക്കുന്നത് പ്രതീകാത്മക ദീപാരാധനയായ മകരവിളക്കാണെന്ന് വ്യക്തം. വലിയ പാത്രത്തിൽ വലിയ കർപ്പൂര കഷണങ്ങളിട്ട് ജ്വലിപ്പിച്ച് 3 വട്ടം ഉയർത്തിക്കാണിച്ച് 3 വട്ടം മകരജ്യോതി തെളിഞ്ഞു മറയുമെന്ന ഭക്തരുടെ വിശ്വാസം നിലനിർത്തിപ്പോരുന്നു. തന്ത്രി ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടും ഭക്തരിത് കണക്കിലെടുത്തതായി തോന്നുന്നില്ല. സ്വയം തെളിയുന്നതായാലും തെളിയിക്കുന്നതായാലും മകരസംക്രമത്തിൽ പൊന്നമ്പലമേട്ടിലെ പ്രകാശം കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചാൽ 1 വർഷത്തേക്ക് സൽഫലങ്ങൾ അനുഭവിക്കാനാകുമെന്ന വിശ്വാസത്തിന് ഇന്നും ഇളക്കം തട്ടിയിട്ടില്ല. ആചാരാനുഷ്ഠാനങ്ങൾ ഒഴിവാക്കി കേവലം വിളക്ക് ദർശിച്ചാൽ മാത്രം മതി പുണ്യം കിട്ടാനെന്ന് കരുതുന്ന ദുസ്ഥിതിക്ക് ഇത് കളമൊരുക്കി. മകരസംക്രമവേളയിൽ സിറിയസ് എന്ന മകരനക്ഷത്രത്തിന്റെ പ്രകാശം പൊന്നമ്പലമേടിന് മുകളിൽ എപ്പോഴെങ്കിലുമൊക്കെ ദൃശ്യമായതിനാലാവാം സംക്രമത്തിൽ ശബരിമലയിലെത്തി മകരജ്യോതി ദർശിക്കുക എന്ന ആചാരമുണ്ടായത്. മകരജ്യോതി ഭക്തിയുടെ അടിസ്ഥാനത്തിലെ സങ്കല്പമാണെങ്കിൽ മകരവിളക്ക് പ്രതീകാത്മകമായി തെളിയിക്കപ്പെടുന്ന ദീപാരാധനയാണ്. ശബരിമലയിലെ മൂലപൂജകളെക്കുറിച്ചുകൂടി പറയാം. വിഷുക്കണിക്ക് ഉഷപൂജയും മണ്ഡലം 41 ഉച്ചപൂജയും മകരവിളക്കിന് അത്താഴ പൂജയുമാണ് ശബരിമലയിലെ മൂലപൂജകൾ. ഇതിൽ പ്രധാനം മകരവിളക്കിനോടനുബന്ധിച്ച അത്താഴ പൂജയാണ്. അത്താഴ പൂജയുടെ ഫലം സിദ്ധിക്കുന്നതിന് അയ്യപ്പ ഭക്തർ സന്ധ്യയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലെയോ സ്വന്തം താമസ സ്ഥലത്തെയോ പതിവായി അത്താഴം കഴിക്കുന്നിടത്തെയോ ഭക്ഷണങ്ങളല്ലാതെ മറ്റൊരിടത്തു നിന്നും പാചകം ചെയ്ത ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കരുത്. സന്ധ്യയ്ക്ക് ശേഷം പാചകം ചെയ്യാത്ത പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ മാത്രം എവിടെ നിന്നും കഴിക്കാം. ദേവസ്വവും പോലീസും വനംവകുപ്പും ചേർന്ന് കേവലം ഒരു ചടങ്ങായി തെളിയിക്കുന്ന മകരവിളക്ക് ശബരിമലയിൽ പോയി ദർശിക്കുന്നതിനു പകരം ശ്രദ്ധാഭക്തി വിശ്വാസത്തോടെയും തികഞ്ഞ ഏകാഗ്രതയോടെയും സ്വന്തം വീട്ടിൽ വിളക്ക് ജ്വലിപ്പിച്ച് മകരജ്യോതി സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടുമെന്നതിൽ തർക്കമില്ല. സ്വന്തം വീട്ടിൽ മകരജ്യോതി ദർശിക്കേണ്ടത് എങ്ങനെയെന്നതറിയാൻ യുവർ ഗോഡ് യൂട്യൂബ് ചാനലിലെ 177-ാം എപ്പിസോഡ് കണ്ടാലും. നിരീശ്വരവാദിയായാൽ പോലും അടുത്ത മകരവിളക്ക് വരെ ഒരാണ്ടുകാലം മതിയായ ഐശ്വര്യലബ്ധിക്കും ശാന്തിക്കും ഇതിനാൽ ഇടവരും. ഈ അറിവ് ഏവർക്കും പ്രയോജനപ്പെടുമെന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.